ഇറാൻ തിരിച്ചടി തുടങ്ങി. ഇതോടെ ഇസ്രായേൽ രാജ്യം അങ്ങനെ തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ്. പല നഗരങ്ങളിലും തീക്കോളം ഉയർന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. 70-ലധികം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചതായിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. എന്നാൽ അതിലൊക്കെ ഒരുപാട് കൂടുതലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു. വ്യത്യസ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇറാനിൽ വരുന്ന റിപ്പോർട്ട്. ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി, പക്ഷേ വിദേശികൾ അത് ലംഘിക്കുകയും സംയുക്തമായ രീതിയിൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അത് മണ്ടത്തരവും വിഡ്ഢിത്തവുമായി പോയി. എല്ലാവിധ സമാധാന കരാറുകളും അവസാനിച്ചിരിക്കുന്നു. ഇനി യുദ്ധം കൊണ്ട് തങ്ങൾ അതിന് തിരിച്ചടി നൽകും. രാവിലെ 8:30, അത് ഇസ്രായേൽ സമയം രാവിലെ 8:30 ആദ്യത്തെ ആക്രമണം ഇസ്രായേലിൽ നിന്ന് ഇറാന് നേരെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ വല്ലാതെ വൈകാതെ ഏകദേശം 30 മിനിറ്റിൻ്റെ ഇടയിൽ എന്ന് പറയുന്നു, ആ സമയത്ത് തന്നെ തിരിച്ചടി നൽകി എന്നുള്ളതാണ്. ഇത് തങ്ങൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേരും എന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. രണ്ടാം ഘട്ടം അവർ ആക്രമിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. ഇപ്പോൾ സംയുക്തമായതുകൊണ്ട് തങ്ങൾക്ക് തിരിച്ചടിക്കാനും എളുപ്പമായി. അറേബ്യൻ രാജ്യങ്ങളിലുള്ള എല്ലാ അമേരിക്കൻ എംബസികൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷിതത്വവും നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മാത്രമല്ല എംബസിയിലെ ഉദ്യോഗസ്ഥർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. ബങ്കർ പോലെയുള്ള സുരക്ഷിത ഇടങ്ങളിലേക്കാണ് അവിടുത്തെ അംബാസഡർമാരെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അറേബ്യൻ രാജ്യങ്ങളിലുള്ള എല്ലാ എംബസികൾക്കും എല്ലാ എംബസി ഉദ്യോഗസ്ഥർക്കും പ്രത്യേകമായിരിക്കും നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അക്രമത്തെ, അതായത് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമിച്ചത് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. നാശനഷ്ടത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ബങ്കറുകളിലാണ് ഏറെക്കുറെ അവിടുത്തെ സൈനിക കമാൻഡർമാരും അതുപോലെ തന്നെ ഭരണാധികാരികളും എന്ന വിവരം അവരുടെ ഭാഗത്ത് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് പ്രതിരോധമുണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് ചില ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ വന്നത് എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ രംഗത്തിറങ്ങണമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ്റെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇറാൻ ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇതോടനുബന്ധിച്ച് തന്നെ ലെബനാന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടക്കുന്നു എന്ന വിവരം പുറത്തു വന്നു. ഹൂത്തികളുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയും ഇറാഖിലെ മിലീഷ്യ വിഭാഗത്തിൽ നിന്നും ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് ഇസ്രായേലിൽ തന്നെ സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന നിർദ്ദേശമോ നിലപാടോ അനുസരിച്ചല്ല ഇറാൻ ആക്രമിച്ചത് എന്നും അതിൻ്റെ പിന്നാമ്പുറം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങളും അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളുടെയും സമ്മർദ്ദമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം സൈനിക ബലമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഇസ്രായേലിന് അറിയാം. 12 ദിവസത്തെ യുദ്ധത്തിൽ അവർക്കത് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏകാഭിപ്രായത്തോട് കൂടിയിട്ട് ഒരിക്കലും ഇറാൻ ആക്രമിക്കില്ല, തിരിച്ചടി അവർക്ക് നേരെ ഉണ്ടാകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നതിനാൽ തന്നെ അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു എന്ന തരത്തിലേക്കും അതോടൊപ്പം തന്നെ അമേരിക്ക മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോട് സംയുക്തമായി ചേർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിശ്ചലമാവാത്ത രീതിയിൽ, അതായത് 24 മണിക്കൂറും ആക്രമിക്കുന്ന തരത്തിലുള്ള സംവിധാന കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. 1,00,000 സൈനികരെങ്കിലും ഈ ഒരു കാര്യത്തിന് മാത്രം, അഥവാ ഇറാനെ മിസൈൽ കൊണ്ട് ആക്രമിക്കുക എന്നുള്ള സംവിധാനത്തിൽ ഏകദേശം 1,00,000-ഓളം സൈനികർ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 20-ലധികം മിസൈലുകൾ ഇസ്രായേൽ വീണതായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നഷ്ടത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ വന്നത് എന്നുള്ളതും പല മേഖലയും ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആൾനാശത്തെക്കുറിച്ച് വിവരമില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സൈറൺ രാജ്യത്തുടനീളം മുഴങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ തരത്തിലാണ് റിപ്പോർട്ട് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ എല്ലാ സ്കൂൾ സർക്കാർ മന്ദിരങ്ങൾക്കും കംപ്ലീറ്റ് അവധി നൽകുകയും ആരോടും പുറത്തിറങ്ങുന്ന നിർദ്ദേശം നൽകുകയും വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് സൈനികർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി യുദ്ധസമാന സാഹചര്യങ്ങൾ ശക്തമായി തന്നെ മുന്നേറാനുള്ള സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് ആവശ്യമില്ലാത്ത ഒരു യുദ്ധം വെറുതെ അമേരിക്ക വരുത്തി തീർത്തതാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് രാഷ്ട്ര നേതാക്കൾ രംഗത്ത് വരുന്നു. ഔദ്യോഗികപരമായ രീതിയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ അല്ലെങ്കിൽ ഈ ചൈനയുടെ പ്രസിഡന്റോ ഔദ്യോഗികപരമായി പ്രതികരിച്ചിട്ടില്ല. രാജ്യത്തിൻ്റേതായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്
വിമർശന വിധേയമായ രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന്, അതായത് ഇതിനെ അപലപിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായ നിലപാടുകൾ വളരെ നിർണായകമായിരിക്കും. പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംയുക്ത രീതിയിലുള്ള സഹായങ്ങൾ നൽകുമെന്ന് റഷ്യയും അതോടൊപ്പം തന്നെ ഇറാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിമാനം വെടിവെച്ച് വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരീകരണത്തെക്കുറിച്ച് ഇപ്പോഴും ആശങ്കയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. തീപിടുത്തം നടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് കൃത്യതയോടുകൂടി ഇറാൻ്റെ സൈന്യത്തിന് കാണാൻ പറ്റി. റഡാർ സംവിധാനമൊക്കെ അത് കുറ്റമറ്റ രീതിയിൽ സംവിധാനിച്ചിരുന്നു. ആക്രമണം തങ്ങൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ചതിയാണ് ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ചതിയാണ് ഉണ്ടായത്. ഈ സമാധാനം എന്ന് പറയുന്ന ഒരു വാക്കിന് തന്നെ യാതൊരു അർത്ഥവും കാണാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നതിനാൽ തന്നെ ചതിയിലൂടെ അവർ തങ്ങൾ ആക്രമിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിലെല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഓരോരോ പ്രാവശ്യം സമാധാന ചർച്ച നടത്തുന്ന സമയത്ത് തങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആയുധങ്ങൾ വാരിക്കൂട്ടുന്ന പ്രവൃത്തിയാണ് അതിൽ തങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമം പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് അവർ ആക്രമിച്ചത്. അങ്ങനെ തന്നെയാണ് തങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തത്. ഇനി മുന്നോട്ട് ഏത് തരത്തിലാണ് ആക്രമം വ്യാപിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആക്രമണ രീതിക്കനുസരിച്ചാണ് ഉണ്ടാവുക. ഏതായിരുന്നാലും മിസൈൽ ആക്രമണം നമ്മളിപ്പോൾ പറയുന്ന സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള അവിടുന്ന് തന്നെ ഒരിക്കലും പുറത്തു വരില്ല. അത് സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷമോ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് നേരെ നടത്തുന്ന ഒരക്രമം അവർ സ്ഥിരീകരിക്കുകയോ അവരുടെ നാശനഷ്ടത്തെക്കുറിച്ച് വിവരം പറയുകയോ അവർ ലോകത്തോട് സംസാരിക്കുകയോ ചെയ്യാറില്ല. അത് സാധാരണ അവരുടെ രീതി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത്. ഏതായിരുന്നാലും അടിക്ക് തിരിച്ചടി എന്ന പോലെ തന്നെ വല്ലാതൊന്നും വൈകാതെ തന്നെ ഇറാൻ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ യുദ്ധ സജ്ജീകരണ ക്രമീകരണങ്ങൾ അവർ 100% വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ആക്രമിച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവർ നീങ്ങിയത്. ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലോകം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷതയിലും ഭീതിയിലുമാണ് നിലനിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലെടുക്ക് അടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് അടച്ചു കഴിഞ്ഞാൽ പെട്രോളിയത്തിൻ്റെ വില വല്ലാത്ത രീതിയിൽ